ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അനിയൻ്റെ കല്യാണത്തിൻ്റെ രാവിലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. അപ്പോൾ ഞാനും അനിയനും എല്ലാം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും വന്നു. കാരണം മുഹൂർത്തം രാവിലെ 9 മണി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളുപ്പിനെ എണീറ്റ് മേക്കപ്പിനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് പ്രജിതയാണ്. എൻഗേജ്മെൻറ്റിനും പ്രജിത തന്നെയാണ് മേക്കപ്പ് ചെയ്തതെന്ന് കേട്ടോ. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രജിതയുടെ ഇൻസ്റ്റഗ്രാം ID ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പ്രജിതയെ ഇൻസ്റ്റഗ്രാം വഴിയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് രാവിലെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങാണ്. അപ്പോൾ പ്രായമായവർക്കൊക്കെ ദക്ഷിണ കൊടുത്തിട്ട് വേണം നമ്മൾ താലി കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്ത് താലി കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ 7:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം പിറവത്ത് വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവലുണ്ട്. അതുകൊണ്ട് തന്നെ 7:30 ആയപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഒരു 8:30 ആയപ്പോഴും അവിടെ പിറവത്ത് അമ്പലത്തിൽ വെച്ചിട്ടാണ് താലികെട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ അമ്പലത്തിലെ ആതിരയുടെ ബന്ധുക്കളും ബ്രദേഴ്സും എല്ലാം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി കണ്ണനെ സ്വീകരിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ 9:15 കേട്ടോ മുഹൂർത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അമ്പലത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെയും ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ താലി കെട്ടൽ ചടങ്ങിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു അമ്പലമായിരുന്നു. അങ്ങനെ കണ്ണൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആതിരയും എത്തിയിട്ടോ. അപ്പോൾ ആതിരയും നല്ല ട്രഡീഷണൽ ഡ്രസ്സിൽ സെറ്റ് മുണ്ടൊക്കെ എടുത്താണ് വന്നത്. അപ്പോൾ നല്ല മനോഹരമായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് നല്ല സുന്ദരിയായിട്ട് തന്നെയാണ് ആതിരയും വന്നത്. അപ്പോൾ അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് തന്നെ എല്ലാവരും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ഒരു നിമിഷത്തിന് സാക്ഷിയാവാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പറയൊക്കെ നിറച്ചുകൊണ്ടാണ് ഈ ഒരു ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് തന്നെ ഈ ഒരു വീഡിയോ കൂടെ കണ്ടോളൂ.
അപ്പോൾ അമ്പലത്തിലെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ താലി കെട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ താലി കെട്ടിൻ്റെ വീഡിയോസ് കൂടി നിങ്ങളെ കണ്ടോളൂ. അങ്ങനെ നമ്മളെല്ലാവരും ഏറെ ആഗ്രഹിച്ച, ഏറെ പ്രാർത്ഥിച്ച ആ ഒരു നിമിഷം കഴിഞ്ഞ് താലികെട്ട് കഴിഞ്ഞു. അപ്പോൾ അതാ രണ്ടുപേരും താലികെട്ടിന് ശേഷമുള്ള ഫോട്ടോഷൂട്ടാണ്. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ഒരു പുഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിരുന്നത്. അതിന് ശേഷം രജിസ്റ്ററിൽ രണ്ടുപേരും ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്യുന്ന ചടങ്ങാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ താലികെട്ടിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ ഇവിടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ട് ഇവിടെയും ഇതുപോലെ ചെക്കനെയും പെണ്ണിനെയും സ്വീകരിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ആതിരയുടെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വളരെ മനോഹരമായിട്ട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടാണ് ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു ഡേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ കസിൻസും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച ഒരു ഡേ തന്നെയായിരുന്നു. അങ്ങനെ സ്റ്റേജിലെത്തിയതിന് ശേഷം ഇവിടെ തിരി തെളിയിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടുപേരും കേക്ക് കട്ട് ചെയ്യുന്ന ഫംഗ്ഷനായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം രണ്ട് ഫാമിലീസിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ബന്ധുക്കളും റിലേറ്റീവ്സും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടും എല്ലാം സെക്ഷനായിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, വളരെ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ദിവസം വളരെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ആതിരയുടെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ പാല് കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയാണ് ഇങ്ങനെ പാലൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാലൊക്കെ കൊടുത്തതിന് ശേഷം വൈകുന്നേരം നമ്മുടെ റിസപ്ഷനാണ്. അപ്പോൾ ഈ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് വൈകിട്ട് 5 മണിക്ക് ശേഷമാണ്. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് നേരെ ഹോളിലേക്ക് വരായിരുന്നു കേട്ടോ. അപ്പോൾ റിസപ്ഷൻ്റെയും ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും
മേക്കപ്പ് ചെയ്തിരിക്കുന്നത് പ്രജിത തന്നെയാണ്. അതുപോലെ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാം ഫാമിലി ഫ്രണ്ട് കൂടിയായിട്ടുള്ള സജീഷ് ഏട്ടനാണ്. അപ്പോൾ സജീഷ് ഏട്ടൻ വളരെ മനോഹരമായിട്ട് സ്റ്റേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനും ഒക്കെ സജീഷ് ഏട്ടൻ തന്നെയാണ് സ്റ്റേജ് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യവും സജീഷ് ഏട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്തത് ഉണ്ണിക്കണ്ണന്മാരുടെ ഫ്രണ്ട് കൂടിയായിട്ടുള്ള മനു മത്തായാൻ്റെ ടീംസാണ്. അപ്പോൾ അവരും അടിപൊളിയായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഇൻസ്റ്റഗ്രാം IDs ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതിയേ. അപ്പോൾ അങ്ങനെ നമ്മുടെ റിസപ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും ഈ ഒരു ഡേ വളരെ ഹാപ്പി ആയിട്ട് എന്താ പറയുക അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വളരെ തകർത്തൊരു ഡേ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഡേ ആട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ അനിയൻ്റെ കല്യാണത്തിൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.